നമസ്കാരം, ഞാൻ മനു. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല. കുറേ ആളുകൾ എന്നോട് ഈ ഒരു ഡൽഹിയിൽ നിന്നൊക്കെ വണ്ടി എടുക്കുന്ന സമയത്ത് എന്തൊക്കെ പ്രോസസ്സാണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയൊക്കെയാണ് ഇതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഒന്നും എനിക്ക് ഇതിന് മുന്നേ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നൊരു സമയം കിട്ടിയതുകൊണ്ട് തന്നെ അതൊന്നൊരു വീഡിയോ ആക്കിയിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു വണ്ടി ഞാൻ ഫോർച്യൂണറിൻ്റെ ഉള്ളിലാണ് സംസാരിക്കുന്നത്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്ന വണ്ടിയായിരുന്നു, ഒരു വൈറ്റ് കളർ 2015 ഫോർച്യൂണർ. അപ്പോൾ ഈ ഒരു വാഹനം ഇന്ന് ഡെലിവറി എടുത്തു. ഇനിയിപ്പോൾ കണ്ടെയ്നർ ഓഫീസിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ പോകുന്നതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ ക്ലിപ്പ് എടുക്കുകയാണ്. ഞാൻ എന്തൊക്കെ പേപ്പറാണ് നമ്മൾ ഓണറടുത്ത് വാങ്ങിച്ചത്, അതേപോലെ തന്നെ എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ, കാര്യങ്ങൾ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് നിങ്ങളത് പരിചയപ്പെടുത്തുക, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇന്ന് രാവിലെ തന്നെ ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ട് നമ്മൾ ഓണറുടെ നിന്ന് സൈൻ ചെയ്ത് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ അതിന് തന്നെ ഒറിജിനൽ RC നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇത് HR26 ഗുഡ്ഗാവിലെ വണ്ടിയാണ്. അപ്പോൾ ഒറിജിനൽ RC നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇൻഷുറൻസും വാങ്ങിയിട്ടുണ്ട്. അതുകൂടാണ്ട് ഈ വാഹനത്തിന് സ്പെയർ കീ, ഇപ്പോൾ ഫോർച്യൂണറിനാവുന്ന സമയത്ത് 3 കീ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഒന്ന് ഓൾറെഡി വണ്ടീൻ്റെ മുകളിലുണ്ട്, ഇതിപ്പോൾ 2 സ്പെയർ ആണ്. ഇത് രണ്ടും ഇത് കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, ഉപയോഗിച്ചിട്ടില്ല, രണ്ടും യൂസ് ചെയ്തിട്ടില്ല, യൂസ് ചെയ്യാത്ത കീ ആണ്. അപ്പോൾ ഈ ഒരു സ്പെയർ കീ നമ്മൾ ഓൾറെഡി ഓണറുടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വാഹനത്തിൻ്റെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് അത് വാലിഡ് ആണ്. നവംബർ വരെ വാലിഡിറ്റി ഉള്ള പൊല്യൂഷൻ സർട്ടിഫിക്കറ്റാണ് വണ്ടിക്കുള്ളത്. അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ചു. പിന്നെ ഡോക്യുമെൻ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ബുക്ക് ഇവിടെയൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനകത്ത് എല്ലാ ഡോക്യുമെൻറ്റ്സ്, എല്ലാ ഫോംസും ഉണ്ടാവും. നമ്മൾ ഇതാണ് സൈൻ ചെയ്ത് വാങ്ങിക്കില്ല. ഇപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഓണർ അടുത്തൊക്കെ വണ്ടി ഡെലിവറി എടുക്കാൻ പോകുന്ന സമയത്ത് ഈ ഒരു ബുക്ക് വാങ്ങിയിട്ടാണ് പോവുക. ഇവിടെ 10-20 രൂപ കൊടുത്താൽ ഈ ഒരു ബുക്ക് കിട്ടും. അപ്പോൾ ഇതിനകത്ത് കുറേ ഫോമുകളുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോം നമ്പർ 28 എന്ന് പറയും. 28 ഒരു 3 കോപ്പി കാണും. ഈ 3 കോപ്പി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് NOC എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 3 കോപ്പിയുടെ ആവശ്യം വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇതെല്ലാം ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം വണ്ടി നമ്പർ മാത്രം എഴുതി, അതേപോലെ തന്നെ ഓണറുടെ നിന്ന് സൈനും വാങ്ങി, പിന്നെ ഈ ഒരു വണ്ടിയുടെ ചേസ് നമ്പർ നമ്മൾ സ്കെച്ച് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ ഈ ഒരു 3 NOCക്ക് വേണ്ടിയിട്ട് കൊടുക്കാനുള്ളതാണ്. പിന്നെ നമുക്ക് നാട്ടിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യമായ വേറെ പേപ്പറുണ്ട്. അപ്പോൾ NOC ഇഷ്യൂ ആയി വരുന്ന സമയത്ത് നമുക്ക് ഒരു ഫോം നമ്പർ 28 ഇങ്ങോട്ട് തിരിച്ച് കിട്ടും. അതും കൂടി ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് നാട്ടിൽ രജിസ്ട്രേഷൻ്റെ പ്രോസസ്സൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ അടുത്ത ഫോം നമ്പർ 29 ആണ്. ഫോം ഓഫ് നോട്ടീസ് ഓഫ് ഓണർഷിപ്പ് ഓഫ് എ മോട്ടോർ വെഹിക്കിൾസ് ഉണ്ട് ഒരു ഫോം. ഇത് 2 കോപ്പി ഉണ്ടാവും, 2 ഫോം ഉണ്ടാവും. ഫോം നമ്പർ 29 2 ഇത് 2 നമ്മൾ സൈൻ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് ഫോം നമ്പർ 30 വരും. റിപ്പോർട്ട് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഓഫ് എ മോട്ടോർ വെഹിക്കിൾ എന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോം നമ്പർ 30 നമ്മൾ ഒരു 2 കോപ്പി, ഇതെല്ലാം 2 കോപ്പി ചെയ്താട്ടോ വേണ്ട, 2 കോപ്പി നമ്മൾ സൈൻ ചെയ്ത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫോം നമ്പർ 28 NOCക്ക് വേണ്ടിയിട്ട് 29 30 നമുക്ക് നാട്ടിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോമാണ്. പിന്നെ ഫോം 26 ഇതൊന്നും നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ഇതൊന്നും ഞാൻ സൈൻ ചെയ്ത് വാങ്ങിയിട്ടില്ല. പിന്നെ ഇൻഷുറൻസ് ട്രാൻസ്ഫർ. അപ്പോൾ നിലവിൽ ഇപ്പോൾ വാഹനത്തിന് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള രജിസ്റ്റേർഡ് ഓണറുടെ പേരിലായിരിക്കും. അപ്പോൾ നമ്മളെ പേരിലേക്ക് നാട്ടിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം നമ്മൾ നിർബന്ധമായിട്ടും ഇൻഷുറൻസിലെ പേര് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അത് ആദ്യത്തെ ഓണറുടെ അടുത്ത് സൈൻ ചെയ്ത് വാങ്ങിയാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യം വരാറില്ല, കാരണം പുതിയ ആളെ പേരിലേക്ക് പുതിയ RC വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആവശ്യം വരാറില്ല. എന്നാലും ഇൻ കേസ് ചില ഇൻഷുറൻസ് കമ്പനിയൊക്കെ പഴയ ഓണറെ ഒരു റിക്വസ്റ്റ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഉപകാരപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും ഞാൻ സൈൻ ചെയ്ത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു നോർമൽ ഒരു അഫിഡവിറ്റ്, ജസ്റ്റ് നമ്മളെ പേര് കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല, ജസ്റ്റ് വണ്ടി നമ്പർ എഴുതി സൈൻ ചെയ്ത് വാങ്ങിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫോംസ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു ഫോംസിൻ്റെ അകത്ത് വേറൊരു കാര്യം പ്രധാനമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഇൻഡിവിജ്വൽ ആളെ പേരിലുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ അതേ സമയത്ത് ഇപ്പോൾ ഡൽഹിയിലൊക്കെ കൂടുതലായിട്ടും കമ്പനി പേരിലുള്ള വണ്ടികൾ കാണാറുണ്ട്. അപ്പോൾ കൂടുതൽ ഈ ഒരു ടാക്സിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കമ്പനി പേരിലാണ് അധികം വണ്ടിയും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ കമ്പനി പേരിലുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഈ ഫോമിനകത്തൊക്കെ കമ്പനി സീലും കൂടി നമ്മൾ വെപ്പിക്കണം. ഇതിപ്പോൾ ഇൻഡിവിജ്വൽ ആയതുകൊണ്ട് സൈൻ മാത്രമേ ഉള്ളൂ, അല്ലാത്ത കമ്പനി പേരിലാണെങ്കിൽ കമ്പനിയുടെ സീല് ഇതിനകത്ത് വേണം. അത് കൂടാതെ തന്നെ നമുക്ക് ഓണറെ ID കാർഡ്, അതായത് ആധാർ കാർഡും പാൻ കാർഡും വേണം. അപ്പോൾ അത് ഓൾറെഡി ഞാൻ സോഫ്റ്റ് കോപ്പി എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഇൻ കേസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പനി പേരിലുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഓണറെ, അതായത് ഡയറക്ടർ ആധാർ കാർഡും പാൻ കാർഡും വേണം. അതിൻ്റെ കൂടെ തന്നെ കമ്പനി GST സർട്ടിഫിക്കറ്റും വേണം, പ്ലസ് കമ്പനി പാൻ കാർഡും കൂടി വേണം. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. പക്ഷേ ഈ ഒരു കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ RTOs ഒക്കെ പലരും പല രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ കോഴിക്കോട്, എൻ്റെ നാട് കോഴിക്കോടാണ്, കോഴിക്കോട് RTOസിലെ പോലെ ആയിരിക്കില്ല ട്രിവാൻഡ്രം RTOs. ഇപ്പോൾ കോഴിക്കോടൊക്കെ ഞാൻ രജിസ്റ്റർ ചെയ്ത സമയത്തൊക്കെ ഓണറെ ID കാർഡൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് പ്രീവിയസ് സെല്ലർ ID കാർഡൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ട്രിവാൻഡ്രത്ത് ഞാൻ ഏകദേശം ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, വേറൊരു RTOസിലൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് ചോദിക്കാറില്ല. അപ്പോൾ നിർബന്ധമായിട്ടും അത് വേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ചില സമയത്ത് ചോദിച്ചില്ല എന്ന് വിചാരിച്ച് നമ്മളത് വേണ്ടാന്നല്ല, നമ്മുടെ കയ്യിൽ എന്തായാലും നിർബന്ധമായിട്ട് വേണം. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇതിൻ്റെ സർവീസ് ബുക്കാണ്. ഇപ്പോൾ നമുക്ക് വണ്ടി എടുത്ത സമയത്ത് ഇതെല്ലാം ബുക്കെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഏതായാലും ഇതെല്ലാം ഇങ്ങോട്ട് വാങ്ങിച്ചു.
അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ ഈ ഒരു വാഹനം പർച്ചേസ് ചെയ്ത സമയത്ത് നമുക്ക് നമ്മളെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരെ ഈ വണ്ടി കണ്ടെയ്നർ ഓഫീസിൽ കൊടുക്കും. ഇത് ബാംഗ്ലൂരേക്കാണ് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ഏതായാലും ഈ വണ്ടിക്കകത്ത് തന്നെ വെച്ചിട്ടാണ് വിടുക. ഇതിൻ്റെ സ്പെയർ കീയും അതുപോലെ തന്നെ ഒറിജിനൽ RC, ഇൻഷുറൻസ്, ബാക്കിയുള്ള ഫോംസൊക്കെ ഞാൻ കൊറിയറും ചെയ്ത് കൊടുക്കുക ചെയ്യുക. കാരണം വണ്ടിക്കകത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മിസ്സായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ ഇത് കൊറിയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. പിന്നെ NOC ആണെന്നുണ്ടെങ്കിലും സ്ഥിരമായിട്ട് ഞാൻ ഇതിൻ്റെ പേപ്പർ വർക്കൊക്കെ ചെയ്യുന്ന 2-3 ഏജൻറ്റുമാരുണ്ട്. അപ്പോൾ അവരെടുത്ത് നാളെ അതിൻ്റെ പേപ്പർ മൂവ് ചെയ്യാൻ വേണ്ടി കൊടുക്കും. NOCക്ക് ഇപ്പം നോർമലി ഒരു 20 days ഒക്കെ ആണ് എടുക്കുന്നത്. ഇതിന് ഇടയ്ക്ക് കുറേ ഡിലേ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ടുണ്ട്. 26 ഗുഡ്ഗാവ്. അപ്പോൾ നമുക്ക് NOCക്ക് ഇപ്പോൾ നാളെ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ചില സമയത്തൊക്കെ പെട്ടെന്ന് കിട്ടാറുണ്ട്. ചില സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു 6 ദിവസം കൊണ്ടൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുത്ത ഒരു വണ്ടീൻ്റെ NOC ഇഷ്യൂ ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതിനൊരു ടൈം പീരീഡ് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. RTO ഓഫീസിൽ തിരക്ക് പോലെ ഉണ്ടാവും. അപ്പോൾ ഏതായാലും നമുക്കൊരു 15 മുതൽ 20 ദിവസം വരെ എന്തായാലും പ്രതീക്ഷിക്കാം. അപ്പോൾ NOC കിട്ടിക്കഴിഞ്ഞാൽ ബൈ ഹാൻഡ് ഏജൻ്റ് അടുത്ത് ഞാൻ തന്നെ വാങ്ങിയിട്ട് ഇപ്പം ആരാണോ ബയർ അയാളുടെ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ NOCയും കൂടി അവിടെ എത്തിക്കഴിഞ്ഞാൽ NOCയും ഒരു ഫോം 28 കൂടി ഉണ്ടാവും. അപ്പോൾ ചില സമയത്തൊക്കെ ഇവിടുന്ന് ഗുഡ്ഗാവിൽ 28 അങ്ങനെ കിട്ടാറില്ല. NOC മാത്രമാണ് വരൽ. അപ്പോൾ നമ്മൾ നാട്ടിൽ തന്നെ ഒരു 28 കൂടി ഫില്ല് ചെയ്തിട്ട് അതിന് കൂടെ അറ്റാച്ച് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ NOC കൂടി നാട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ നാട്ടിൽ നമുക്ക് 28 ആവും, NOC ആവും, അതേപോലെ തന്നെ 29 ആവും, 30 ആവും. പിന്നെ സെല്ലറുടെ ID കാർഡ്, അതായത് ആധാർ കാർഡ്, പാൻ കാർഡ്, പിന്നെ നമ്മൾ ബയർ അപ്പോൾ എൻ്റെ പേരിലേക്കാണ് രജിസ്റ്റർ എങ്കിൽ എൻ്റെ ആധാർ കാർഡ്, എൻ്റെ പാൻ കാർഡ്, പിന്നെ അതേപോലെ തന്നെ ഒരു നോട്ടറി വക്കീലിൻ്റെ അടുത്ത് നമുക്കൊരു അഫിഡവിറ്റ് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കണം. പിന്നെ ഫോം നമ്പർ 25 or 27 ഏതൊന്നാണ് എനിക്ക് കറക്റ്റ് നോക്കണം. അതായത് പുതിയ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ളൊരു ഫോം. അപ്പോൾ അതും കൂടി ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ നാട്ടിൽ ബാക്കി എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഏതായാലും ഈ ഒരു വണ്ടിയായിട്ട് ട്രാൻസ്പോർട്ടിൻ്റെ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു ജസ്റ്റ് ഒരു കാര്യങ്ങൾ കൂടി ഏതായാലും ഞാനൊരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കൂടി എടുത്ത് ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഏതായാലും ഇതുപോലുള്ള പുതിയ വീഡിയോസുമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ ഇറ്റ്സ് മീ മനു, ബൈ. നമ്മൾ വണ്ടി ട്രാൻസ്പോർട്ട് ചെയ്യാൻ കൊടുക്കുന്നത് ഗുഡ്ഗാവിലാണ്. അപ്പോൾ ഈ ഒരു ഗുഡ്ഗാവിലാണ് മാരുതിയുടെ പ്ലാന്റ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു പ്ലാന്റാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് മാരുതിയുടെ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ ഈ ഒരു ലോജിസ്റ്റിക്സിൻ്റെ, അതായത് ഒരുവിധം ട്രെയിലർ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഏരിയ നിന്നാണ്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് സ്ഥിരമായിട്ട് വണ്ടി കൊടുക്കാൻ പോകുന്നത്. അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ഏരിയ തന്നെയാണ് കേട്ടോ ഈ ഒരു മാരുതിയുടെ പ്ലാന്റ്. കുറേ ഏരിയ ഉണ്ട്, കുറേ വണ്ടികളൊക്കെ ഉണ്ട്, അങ്ങനെ പൊടി പിടിച്ച് കിടക്കുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോയ്ക്കകത്ത് മനസ്സിലാവുമെന്നറിയില്ല. കണ്ടോ അവിടേക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ വണ്ടികളാണ്, ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. അപ്പോൾ ഇവിടുന്നൊക്കെ ട്രെയിലർ ഡെയിലി നമ്മുടെ സൗത്തിലേക്കൊക്കെ പോകുന്നുണ്ട് പുതിയ പുതിയ വണ്ടികളൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ കാണാറുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ ഗേറ്റ് അപ്പുറത്ത് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടാണ്. അപ്പോൾ ഞാൻ ഏതായാലും അതും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇതൊരു ഗേറ്റാണ്. പിന്നെ നമ്മൾ നേരത്തെ അവിടെ കണ്ട ഇതൊക്കെ ഇവരെ ഏരിയ തന്നെയാണ്. അപ്പോൾ നമുക്കിനി പോകേണ്ടത് അവിടുന്ന് ഇങ്ങോട്ട് റൈറ്റാണ്. ഈ ഒരു റൂട്ടിലാണ് അധികം കണ്ടെയ്നർ ഓഫീസ്. ഇവിടുന്ന് അങ്ങോട്ട് ഇഷ്ടം പോലെ ഉണ്ട്. ഇത് നമുക്ക് വീഡിയോസൊക്കെ ആരും എടുത്തു തരും കേട്ടോ. അതായത് വണ്ടി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എക്സ്റ്റീരിയറിൻ്റെ വീഡിയോ എന്താണ്, അത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഉണ്ടായിരുന്നത്, വണ്ടിക്കകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, അപ്പോൾ ഇതെല്ലാം ഒരു വീഡിയോ എടുക്കും. അതുപോലെ തന്നെ കിലോമീറ്ററിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കും. അപ്പോൾ നമ്മൾ കൊടുത്ത വണ്ടി ഇതാണ്. അപ്പോൾ അവരതിൻ്റെ ഫോട്ടോസ്, ഇൻറ്റീരിയറിൻ്റെ ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വണ്ടി ഇത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വന്ന കേട്ടോ. ഇത് ഏതാണ് വണ്ടി, ഇത് ഇവിടെ ലോക്കൽ മെയ്ഡാണെന്ന് തോന്നുന്നു. നല്ല അടിപൊളി സാധനം.